ദേവുട്ടിയെ ചോറൊന്നാൻ വരുന്നില്ലേ? കൊച്ചു ടിവിന്റെ മുമ്പിലാ? എണീറ്റോ എണീറ്റോ എണീക്ക്. വാ ചോറെടുത്ത് വെച്ചിട്ടാ. പത്തൽ എന്താണ് നിന്നോട് തിന്നുമ്പോ ഞാൻ പറഞ്ഞിട്ടില്ലേ ചോറ് തിന്നണോന്ന്? വാ വന്നോ. ഞാൻ ചോറ് വിളമ്പുമ്പോഴേക്ക് ആടെ എത്തിയിരിക്കണം, ഇല്ലെങ്കിൽ അടി പൊട്ടും. നിനക്കറിയാലോ എന്നാ. എണ്ണാൻ തുടങ്ങി. 1 2 3. ഭക്ഷണം ഉണ്ടാക്കാനല്ല, മക്കളെ കഴിപ്പിക്കാനാണ് ഏറ്റവും പണി. ചോറ് ഇങ്ങനെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തിന്നൂല. അതിനൊന്ന് തിക്കാണ് കൂട്ടി വെക്കണം. കൊറേ പരന്ന് കിടക്കാൻ പറയും, ഇതെത്രയോ ചോറ് പറയും. പിന്നെ ഇങ്ങനെ കൂട്ടി വെച്ചാല് തിരിയൂല. ദേവുട്ടി ചോറ് വിളമ്പിയേ. വേഗം കൈ കഴുകി വന്നിട്ടില്ലെങ്കിൽ അടി കിട്ടും. പയറ് വറവാക്കിയത്. മീൻകറി ഉണ്ട്. മീൻകറി ദേവുവിന് അത്ര ഇഷ്ടമല്ല, എന്നാലും എങ്ങനെയെങ്കിലും തീറ്റിക്കണം. അപ്പം മീൻ കറിയും നമ്മൾ ഇന്ന് അയില മീനാ വാങ്ങിയത്. അയിലക്കറിയും പയറ് വറവും. ദേവു ചോറ് വിളമ്പി വെച്ചാൽ വന്നോ? ഞാൻ ഇപ്പൊ എണ്ണി തുടങ്ങുവേ. ഇപ്പൊ ഒരു രസം കാണേ. ദേവുട്ടി എണ്ണാൻ പോന്നാന്നേ. 1 2 3 4. 5 എടുത്ത കണക്ക്. 5 എണ്ണുമ്പോ ഇവള് വന്നിട്ടില്ലെങ്കിൽ ഇവളെ ചെവി പൊന്നാതില്ല. ഒരു കൈ കഴുകി മീന് അയിലയാണ്, മത്തിയല്ല, മുള്ളില്ലാത്ത മീനാ. ദേവട്ടി അച്ഛനെ ചോറുന്നാൻ വിളിക്കേ. അച്ഛനും എണ്ണേണ്ടി വരുവാ. അച്ഛനെ എണ്ണ. അച്ഛനുള്ള എണ്ണ അത് 1 2. ഇനിയിപ്പോൾ എണ്ണീട്ടില്ല, ചിലപ്പോൾ ഓള് ചോറ് തിന്നലും ഉണ്ടാവില്ല. ദേവട്ടി ഞാനിപ്പോൾ എണ്ണുവേ. കറി വിളമ്പി എടുക്കട്ടെ. എന്നിട്ട് അച്ഛനെ എണ്ണീറ്റ് അച്ഛന് അടി കൊടുക്കാം. ദേവട്ടി കഷ്ണം തിന്നണേ. ഇത് കണ്ട, എൻ്റെ കണ്ണ് തെറ്റിയപ്പോൾ ചെയ്തു വെച്ച പണിയാ. ഞാനങ്ങ് മാറിയ സമയത്ത് സ്പൂണിൽ കഷ്ണം ഞാൻ ഓക്ക് ഇട്ട് കൊടുത്ത കഷ്ണം എടുത്തിട്ട് ഇങ്ങ് കൊണ്ടാച്ച് ഇപ്പം കാണിച്ചത്. ടിവിയിൽ നോക്കി നിൽക്കുന്ന ഇതെന്നാ ഞാൻ കണ്ടുപിടിക്കുന്നത്. കഷ്ണം തേച്ച് നിന്നോളാം. പ്ലേറ്റിലെ ചോറ് ഒരു വറ്റ് പോലും ഉണ്ടാകും. മുള്ളു മാത്രമേ കാണാൻ പാടുള്ളൂ. മീനപ്പം അതിലെ മീന മത്തിയൊന്നും അല്ല. നുള്ളി ഇട്ടോ. മുള്ളില്ലാത്ത മീന സൈഡ് വെക്ക്. അടിയെല്ലാം കിട്ടും മീന് തിന്നിട്ടില്ലെങ്കിലാ. ഞാൻ എണ്ണി വന്നിട്ടില്ലല്ലോ. എന്നാ ഒന്നും കൂടെ ഉണ്ടല്ലേ. 1 2 3 4 5 ശിക്ഷ എല്ലാവർക്കും പറഞ്ഞു. 5 ചോറെനിക്ക് അതേപോലെ പിടിച്ചിട്ട് ചോറുണ്ടാക്കുന്ന ഇല്ലെങ്കിൽ ചോറൊന്നുമില്ല. ഈ ചോറ് കുറച്ചും പോലെ മീനിന്റെ കഷ്ണം മാത്രം. അപ്പൊ ഇങ്ങനെ കഷ്ണം ഇട്ടാ അങ്ങോട്ടിട്ടാ വെറുതെ അല്ല ഈ വീട്ടിൽ കൊണ്ടുപോയാലും അച്ഛൻ ഈ വീട്ടിൽ കൊണ്ടുപോയല്ല അതൊക്കെയാ. ഇന്നല്ല ദേവാ ഇതാ കറങ്ങിട്ട് ആദ്യം റിമോട്ടാക്കി വെട്ടി ദേവു എന്റെ പ്ലേറ്റിൽ കഷ്ണം ഇട്ടല്ലേ എനിക്ക് അറിയാം. മോരും ഇഞ്ചി എല്ലാം കണക്കാ. ഇഞ്ചി ഇതാ മോര് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പാ. വേണ്ട വേണ്ട വേണ്ട. ഈ മീൻ അങ്ങോട്ട് എടുത്തോട്ടാ. മുള്ളു കളഞ്ഞിട്ട് തട്ടെ. ഇറച്ചി മാത്രം. എനിക്ക് അയിലാണ് മത്തി എന്നത് നല്ല ഇറച്ചി ഉള്ളതുണ്ടല്ലോ. നീ ഒറ്റ നിന്നെ ഞാൻ കൊണ്ടാക്കൂല. ഇത് നാളെ വയനാട് പോകണമെന്നല്ലേ പറഞ്ഞേ.
അച്ഛൻ ഉണ്ടാക്കി തരും കേട്ടാ. ഞാൻ ഉണ്ടാക്കുന്നില്ല. വയനാട് വേണ്ട നമുക്ക് നാളത്തെ പരിപാടി. അച്ഛന് നാളെ ഗെറ്റുകതറുണ്ട് പോട്. നല്ല ഐസ്ക്രീമും ഇതുണ്ടോ വേണമെങ്കിൽ പോട്. വേറെ സ്ഥലം കണ്ടു കഴിഞ്ഞു. പനിയുണ്ടാ നിങ്ങൾ മസിൽ ബോഡിയും കാണിച്ചിട്ടാണ് ഇരിക്കുന്ന വീഡിയോയില് കാര്യം കാണണം. അതുകൊണ്ട് ഷർട്ട് ഒന്നും ഇടാൻ കഴിയില്ലാത്ത നമുക്ക് ഈ ദിവസത്തിൽ ജഗ്ഗിലോടെ ഇട്ടാൽ മതി. അത് തണുത്ത വെള്ളം തണുത്ത് വേണം വേണ്ട. തണുത്ത വെള്ളം നീ കുടിക്കണ്ട. ചുമക്കുന്നു. വയനാട് പോകണ്ട. ഒരു ചോറ് തിന്നണമെങ്കിൽ എന്തെല്ലാം നോക്കണം. തണുത്ത വെള്ളം വേറെ, മോര് വേറെ. മോര് തണുത്തതാ ദേവോ. മോരിട്ട് കിട്ടോ. അല്ലെങ്കിൽ ഇഞ്ചിക്കറി എടുത്തു. ഇഞ്ചിക്കറി പയറ് വറവ് തേച്ച് നിന്ന് ഒരു കഷ്ണം പോലും അവിടെ കാണാൻ പാടില്ല. ഇന്ന് ആ ചോറ് തേച്ച് നിന്ന് പയർ വറവും തേച്ച് നിന്ന് പ്ലേറ്റ് തുടച്ച് വടിച്ച് വയനാട് ഇല്ലേ. എന്നാ പോകും ഉറപ്പായിട്ടും അത്രക്ക് വാശി കാണിക്കും. മോരിന് ചോദിച്ചു വാങ്ങിയോ. ഞാൻ ചോറ് വറവും തേച്ച് വേണ്ട. ഇനി ആ പ്ലേറ്റ് കാലിയാക്കിട്ട് കാണിക്കാം. എന്നാ വയനാട് വിടും. വയനാടിന്റെ പേര് പറഞ്ഞിട്ട് ചോറ് തീറ്റിക്കാൻ പറ്റുമോ. അല്ല തിന്ന് കഴിഞ്ഞാലും കൊണ്ടേ വിടും. ആ ഇന്നടി പോവാം. അച്ഛന് പോകട്ടോ. വേഗണ്ട ആടുന്ന് നോക്കിക്കൊണ്ടൊക്കെല്ല. നീ ഇത് എണീറ്റോടുക്കുന്ന ആടി മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കി ഓണാക്കി ദേവൂട്ടി. നീ തന്നെ നമ്മള് നേരത്തെ എന്നോട് പറയുന്നില്ലേ അമ്മ അച്ഛനെ ഫോണിൽ 2 ചാർജ് കണ്ടിട്ട് ഞാൻ കൊറേ കുത്തി വെച്ചിട്ട് കളിച്ച ഓണാക്കാൻ സ്വിച്ച് ഓണാക്കാൻ മറന്നുപ്പിന്ന് പറയുന്നുണ്ട്. ഓഫായി കഴിഞ്ഞാൽ ഓർമ്മ വന്നു. അയ്യോ 2 ചാർജില്ലല്ലോ, സ്വിച്ച് ഇട്ടിട്ടില്ലല്ലോ, കുത്തി വെച്ചിട്ടില്ലല്ലോ. ഭക്ഷണം കഴിക്കുമ്പോ ഫോൺ ഉപയോഗിക്കട്ടാ. ഭക്ഷണം കഴിക്കാകുമ്പോ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. പിള്ളേരോട് മാത്രം പറഞ്ഞാൽ പോലെ വലിയാള് അതുപോലെ ചെയ്യണം അല്ലേ. ചോറ് തിന്ന്. ആ അല്ലെ വയനാട് ആടെ നിൽക്കും. നീ ഇവിടെ നിൽക്കും. ഹലോ 3 മണിയാവാ. തിന്നില്ലേ നിന്റെ വയനാട് വിടില്ലേ. തിന്ന് വേണം. ഞാൻ തിന്ന് കഴിയുമ്പോഴേക്കും നിന്റെ തിന്ന് വേണം. എന്നാ മാത്രം നാളെ കൊണ്ടേ വിടും. ജോട്ടീനെ ചോറ് തിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് പാടാ അറിയിട്ടല്ലോ. വയനാട് പോകാന്ന് പറഞ്ഞാലേ ഇവിടെ ചോറ് തിന്നോളൂ. അതുകൊണ്ട് വയനാട് എന്ന് പറഞ്ഞേ നീ തിന്നുന്നില്ലല്ലോ. നീ തിന്നാ കൊണ്ടേ വിടും. നീ തിന്നുവാ. ആ പ്ലേറ്റ് തുടച്ചു പഠിച്ച് തിന്നുവാ. ഉറപ്പാന്നോ. എന്നാലും നാളെ വയനാട് പോവേ കൂട്ടി വിടോ. ഒന്ന് ചോറ് തിന്നാതെ. ചോറ് തിന്നണേ ഇന്നെ വിടൂ. പ്ലേറ്റ് കാലിയായിട്ടുള്ളൂ. ഒരു പറ്റ് പോലും ഉണ്ടാകാൻ പാടില്ല. എന്നാലേ നാളെ വയനാട്. അമ്പാടി വയനാട് പോയാലും തൊട്ട് അടുന്ന് അവരെ ഓരോ സ്ഥലത്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും തൊട്ടുള്ള പ്രശ്നമായിട്ട് മുന്നേ ഡാൻസ് കഴിഞ്ഞ അവിടെ അറ്റ വിടണേ വിടണേ എന്ന് പറഞ്ഞു. ഇന്നലെ കുറെ കരച്ചില്. ഇത് കരയുണ്ടാലും ചോറ് തിന്നാൻ സമയത്ത്. അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇതാണ്. അതായത് ഇവിടെ ആ ചോറ് തിന്നാൻ പെടുന്ന തീറ്റിക്കാൻ പെടുന്ന പാട് ഇവിടെ അങ്ങനെ ചെറിയൊരു വീഡിയോ ഇട്ടതാണ്. അപ്പൊ വീഡിയോ കൊണ്ടുപോകും പറഞ്ഞോട്ടെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നാളെ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഇതുവരെ അങ്ങോട്ട് തിരിയാൻ നിറഞ്ഞ കണ്ണുകളൊന്ന് കാണിക്കും. പകുതി കാണിക്ക്. പൊത്തണ്ട ബ്ലൂം ആക്കണ്ട. കണ്ണ് നിറഞ്ഞ് ഒഴുകുന്നുണ്ട്.
അപ്പൊ നാളെ നല്ല വീഡിയോ വീണ്ടും വരാം. അതുവരെ ബൈ. കണ്ണു നോക്കണേ. ആടെയല്ല ക്യാമറ വീഡിയോ